കോഴിക്കോട് 9 വയസ്സുകാരി RSSന്റെ പ്രവർത്തകന് ഒരു പിഞ്ചു പാവം പൈതലിനെ പീഡിപ്പിച്ച് പിടിയിൽ. ഇമാതിരി നാർത്തരം ചെറ്റതരം ചെയ്യണ മനുഷ്യമൃഗങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. പക്ഷെ നമ്മളെ ഗവൺമെൻറ് അങ്ങനത്തെ ശിക്ഷ കൊടുക്കണില്ല. പക്ഷെ അങ്ങനത്തെ ഒക്കെ വരണം, എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. നാളെ ഇത് ചെയ്യാൻ ആരെങ്കിലും കൈ ഓങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പാഠമാവുകയുള്ളൂ. അത് പിഞ്ചു പൈതങ്ങളാണ്, ഒന്നും രണ്ടൊന്നുമില്ല, ഇപ്പം ഇഷ്ടം പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാണ്ട്, ഇവർ ഈ പാർട്ടി ബേസിൽ ഈ ന്യൂസിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ തരം തിരിക്കണ്ടല്ലോ, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പാർട്ടിനോട് ചോദിച്ചിട്ടാണോ ഇവരൊക്കെ ചെന്നിട്ട് പീഡിപ്പിക്കുന്നത്? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണേ. ഇതിപ്പോൾ RSSന്റെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇപ്പോൾ CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, മുസ്ലിം ലീഗോ ആരും ആവട്ടെ, ഇവരൊക്കെ പാർട്ടിക്കാരോട് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കുട്ടീനെ പീഡിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് പീഡിപ്പിക്കണതാണോ? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ പാർട്ടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടിടുന്നത്? എന്താ അവർക്ക് ആ വ്യക്തിനെ ഫോക്കസ് ചെയ്തിട്ടിട്ടൂടെ? ഏതെങ്കിലും ഇങ്ങനത്തെ കുറേ നാരികൾ ചെയ്യണ തെറ്റിന് ബാക്കി പാവപ്പെട്ട ഒരുപാട് നല്ലത് ചെയ്യണ ഒരുപാട് പ്രവർത്തകരുണ്ട്, അവരെയും കൂടി പഴി ചാരിക്കൊണ്ടിരിക്കല്ലത്.